ഇനി നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വലിയ കലാപക്കൊടിയൊക്കെ ഉയർത്തിയിരുന്ന കെ സുധാകരനെ ഇന്ന് പലയിടത്തും നമ്മൾ ശാന്തനായാണ് കണ്ടത്. കെ സുധാകരൻ എന്ന് ടി ഒ മോഹനെ കാണുന്നു. ടി ഒ മോഹനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ കാണുന്നു. ആ ഒരു നല്ല സമയമൊക്കെ അവർ പങ്കുവയ്ക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി കലാപക്കൊടി ഉയർത്തിയ കെ സുധാകരൻ ഇന്ന് ശാന്തനായാണ് കോൺഗ്രസ് ക്യാമ്പിൽ വരുന്നത്. പ്രചരണ രംഗത്ത് അത് സജീവമാക്കാൻ അദ്ദേഹം തയ്യാറാകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ടി ഒ മോഹനെ ഷോൾ അണിയിക്കുന്നു. സുധാകരൻ താൻ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നൊക്കെ വ്യക്തമാക്കുകയും ചെയ്യും. അതാണ് ഇന്ന് നമ്മൾ കണ്ട ആ ദൃശ്യം. അപ്പോൾ സ്വാഭാവികമായും അവിടെ ടി ഒ മോഹനൻ അവിടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാകും കണ്ണൂരിൽ എന്ന പ്രചരണം അല്ലെങ്കിൽ ആ ഒരു വാർത്ത ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അവിടെയാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെന്ന് സുധാകരൻ ആവശ്യപ്പെടുന്നത്. പിന്നീട് റിജിൽ മാക്കുറ്റിയുടെ പേര് അദ്ദേഹം ശുപാർശ ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഉള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. സുധാകരൻ പൂർണ്ണമായി പാർട്ടിക്ക് വിധേയനായിരിക്കുന്നു. പാർട്ടിയാണ് വലുത് എന്ന് സുധാകരൻ പറയുന്നു. അടൂർ പ്രകാശും പറയുന്നു. കോൺഗ്രസിന് ഇന്ന് രണ്ട് പ്രമുഖ നേതാക്കൾ ശാന്തരായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ ഒരു നേട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കോന്നിയിൽ സീറ്റ് കിട്ടാത്തതിൽ തനിക്ക് ദുഃഖമില്ല എന്നാണ് അടൂർ പ്രകാശ് ഇന്ന് അറിയിച്ചത്. കോന്നിയിൽ താൻ നൽകിയ സ്ഥാനാർത്ഥിയുടെ പേരാണ് അംഗീകരിച്ചത്. കോന്നിയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം താൻ AICCയോട് പ്രകടിപ്പിച്ചിട്ടേ ഇല്ല എന്നാണ് അടൂർ പ്രകാശ് ഇന്ന് വിശദീകരിച്ചത്. കോന്നിയിലെ ജനങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചതനുസരിച്ച് ഞാൻ 23 വർഷക്കാലം കോന്നിയിലെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചതാണ്. എന്റെ പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുവാൻ വേണ്ടി മുമ്പോട്ട് വന്നത്. അപ്പോൾ കോന്നിയിലെ ജനങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ MPമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ നിന്നും അതിന് അനുമതി കിട്ടുന്നു എങ്കിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന താൽപര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ AICCയിൽ നിന്നും എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആ തീരുമാനം ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. AICCയിൽ നിന്നും തീരുമാനമെടുത്തത് മറ്റൊന്നുമല്ല, MPമാർ തൽക്കാലം മത്സരിക്കേണ്ടതായിട്ടില്ല എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതനുസരിച്ച് കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതാണ് പാർട്ടി സംബന്ധിച്ച് താൻ പാർട്ടിയാണ് വലുത് എന്ന് നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടാക്കിയ കോലാഹലങ്ങളും അതുപോലെയുള്ള വെടിയും പുകയുമെല്ലാം തീരുമ്പോൾ തങ്ങളൊക്കെ ആത്യന്തികമായി താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് എന്ന വികാരം നേതാക്കൾ പങ്കിടുമ്പോൾ അത് UDFന് ഒരു നേട്ടമാണ്. പക്ഷേ അതല്ലാതെ പാർട്ടി വിട്ടുപോകുന്ന ആളുകൾ, അതിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ, ഇതൊക്കെ എത്ര കണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നറിയില്ല. പക്ഷേ ഏതായാലും പാർട്ടി വിടില്ല എന്ന് എൽദോസ് കുന്നപ്പള്ളി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടയാളാണ്, നേരത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എൽദോസ് കുന്നപ്പള്ളിയെ ശാന്തനാക്കുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ് പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമാണ്, എൽദോസ് കുന്നപ്പള്ളിക്ക് ഇങ്ങനെ വേദന തോന്നിയതിൽ വിഷമിക്കാനൊന്നുമില്ല, അത് സ്വാഭാവികമായ ഒരു നീക്കമാണ്. ഏതായാലും അത് എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു അപ്രതീക്ഷിത ആഘാതമായി പോയി. ആഘാതത്തിൻ്റെ ആഴമെത്രേ എന്നത് നമുക്ക് ഇന്നത്തെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സ്വാഭാവികമായും ദീപ്തി മേരി വർഗീസിനും സമാനമായ ഒരു ആശങ്കയുണ്ടായിരുന്നു. ദീപ്തി മേരി വർഗീസ് സ്ഥാനാർത്ഥിയായി വരും എന്ന് അവർ കരുതിയിരുന്നു. ചില കോൺഗ്രസ് പ്രവർത്തകരും അങ്ങനെ കരുതിയിരുന്നു. അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഷിയാസിന് വേണ്ടി പ്രവർത്തിക്കാൻ ദീപ്തി മേരി വർഗീസ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ മാറുന്നു എന്ന് നമുക്കറിയില്ല. ഇന്നലെ വരെ കലുഷിതരായി നിന്നവർ, ഇന്നലെ വരെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിന്നവർ, ഇന്നലെ വരെ തങ്ങൾ വിമതരായേക്കും എന്ന സൂചനയൊക്കെ നൽകി നിന്നവർ ഒക്കെ ഇന്ന് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് അവരുടെ നിലപാടുകൾ മയപ്പെടുത്തി ഇറങ്ങുകയാണ്. ചിലരൊക്കെ മറുകണ്ഠം ചാടി
കൂടുതൽ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടുമോ എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറുകണ്ഠം ചാടി അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.